The Ramayana is not just a story, it is a guide for timeless wisdom. കാലഗണനക്രമത്തിൽ സംഭവങ്ങളെ വിലയിരുത്തുന്നവരുണ്ട്. ഏറ്റവും മികച്ച ക്രോണോളജിസ്റ്റ് ആയിരുന്നു ഡോക്ടർ ശശാങ്ക ഭൂഷൺ റോയ്. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ഒരു സംശയവുമില്ല, രാമായണം നടന്നത് തന്നെയാണ്. രാമൻ, കൃഷ്ണൻ, യേശുക്രിസ്തു തുടങ്ങിയ മഹാവ്യക്തികൾ ഉണ്ടായിട്ടുള്ളതല്ല എന്ന് കാണിച്ചുകൊണ്ട് ആൾക്കാർ പ്രചാരണം നടത്തുന്നുണ്ട്. ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് നിരീശ്വരവാദികൾ പറയുന്നു. ഇതും ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പരമ്പരാഗതമായ ഒരു പറച്ചിലിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ ഉത്ഖനനം ചെയ്യുന്നത്. നമ്മൾ കുഴിച്ചെടുത്തിട്ടുള്ള പലതിലും രാമായണത്തെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഉല്ലേഖമുണ്ട്. ഈ അധ്യാത്മ രാമായണം ചരിത്രത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അധ്യാത്മവിദ്യയ്ക്കാണ്. ചരിത്രം പഠിക്കണമെങ്കിൽ വാൽമീകി രാമായണം തന്നെ നോക്കണം. ഈ രാമന്റെ കാൽപാദങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ. പാറപ്പുറത്ത് കാൽപാദങ്ങൾ പതിയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇതിപ്പോൾ രാമന്റെ കാലത്തിന് ശേഷം ആരെങ്കിലും കൊത്തിവെച്ചതാവും, അങ്ങനെ കരുതാനാണ് യുക്തി. അപ്പൊ ശ്രീരാമൻ അവതാരമൂർത്തിയായ ഗുരുവാണ്, കൃഷ്ണൻ അവതാരമൂർത്തിയായ ഗുരുവാണ്, യേശുക്രിസ്തു അവതാരമൂർത്തിയായ ഗുരുവാണ്. അപ്പൊ ഇതെല്ലാം ഗുരുക്കന്മാരാണ്. സാക്ഷാൽ പരബ്രഹ്മം ജനിക്കുകയോ മരിക്കുകയോ ചെയ്യില്ല. ഈ മതങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ തന്നെയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മതത്തെ നമ്മൾ ഇല്ലാതാക്കണം, എന്നിട്ട് നമ്മൾ ആധ്യാത്മികതയിലേക്ക് ഉയരണം. നമസ്കാരം. വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാമായണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കൊന്നറിയണ്ടേ. രാമായണം ഒരു നടന്ന സംഭവമാണോ, ഇതൊരു ചരിത്ര സംഭവമാണോ? അങ്ങനെയെങ്കിൽ അതിന് ഉപോത്ബലകമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? രാമായണത്തിലെ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് ശ്രീരാമൻ, സീത, ദശരഥൻ, ലക്ഷ്മണൻ, ഇവരൊക്കെ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളാണ്. ഇതൊക്കെ നമുക്കിടയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വേദശാസ്ത്ര സംസ്കൃത പണ്ഡിതനും ആധ്യാത്മിക പ്രഭാഷകനുമായ ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക്കാണ്. ഇദ്ദേഹം പാലയിലെ ശ്രീരാമകൃഷ്ണ സംസ്കൃത കോളേജിലെ ആചാര്യനായിരുന്നു. NSSന്റെ തന്ത്രവിദ്യാപീഠത്തിന്റെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയാണ് വൈദിക് സാർ. വൈദിക് സാറിനെ നമുക്ക് വോയിസ് ഓഫ് കുട്ടൂരിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ഹരി ഓം ഹരി. രാമായണത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് വൈദിക് സാർ നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ? രാമായണത്തിന് എന്തെങ്കിലും ചരിത്ര പശ്ചാത്തലമുണ്ടോ? ഇതൊരു നടന്ന സംഭവമാണോ? പലരുടെയും ഉള്ളിലുള്ള ചോദ്യങ്ങളാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സാറിന്റെ വാക്കുകൾ കേൾക്കാൻ നമ്മളുടെ വ്യൂവേഴ്സ് കാത്തിരിക്കുകയാണ്. സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് രാമൻ, കൃഷ്ണൻ, യേശുക്രിസ്തു തുടങ്ങിയ മഹാവ്യക്തികൾ ഉണ്ടായിട്ടുള്ളതല്ല എന്ന് കാണിച്ചുകൊണ്ട് ആൾക്കാർ പ്രചാരണം നടത്തുന്നുണ്ട്. രാമായണത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമുക്കിതിനകത്ത് വിശ്ലേഷണം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ആദ്യത്തെ ഒരു വിമർശനം വരുമ്പോൾ തന്നെ ഞാൻ വളരെ പ്രശസ്തനായ കേരളത്തിലെ ഒരു ചരിത്രകാരനോട് ചോദിച്ചു, എവിടെ നിന്നാണ് ചരിത്രം ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ചരിത്രം സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന് കുറച്ച് സോഴ്സസ് ഉണ്ട്. ഒന്നാമത്തെ സോഴ്സ് ഭൂമിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന, ഉത്ഖനനം ചെയ്തെടുക്കുന്ന, എക്സ്കവേഷനിൽ കിട്ടുന്ന അവശിഷ്ടങ്ങൾ. ഈ അവശിഷ്ടങ്ങൾ കാർബൺ ഡേറ്റിംഗ് പ്രോസസ്സിന് വിധേയമാക്കിയതിന് ശേഷം അതിൻ്റെ രൂപം, എത്ര കാലമായി അത് മണ്ണിൽ പോയിട്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇങ്ങനെ പരിശോധിച്ചതിന് ശേഷം പ്രാചീനമായ രചനകൾ, അതായത് ഇന്ത്യയിൽ വന്നുപോയിട്ടുള്ള സഞ്ചാരികൾ, ഫാഹിയാൻ, നുഹ്യാൻ സാങ്, ഇബ്ന് ബത്തൂത്ത തുടങ്ങിയ ആൾക്കാരുടെ അവരെഴുതിയിട്ട വിവരങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ പ്രാചീന കാലം മുതലേ ഉള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇതെല്ലാം എടുത്ത് പരിശോധിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് പ്രസക്തമായ വിവരങ്ങൾ നമ്മൾ എടുക്കുന്നു. അടുത്തത് നമ്മുടെ പ്രാചീന ജനങ്ങൾക്കിടയിൽ പരമ്പരയാ പറഞ്ഞു വരുന്ന കഥകളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റും, അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കണം സത്യങ്ങളെ. ഇപ്പൊ ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. അപ്പൊ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന സാധനം ഒരിക്കൽ സർ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണോ സർ ജോൺ മാർഷലാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്, അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും കൂടെ അതിലേ കൂടി ഇങ്ങനെ സഞ്ചരിച്ച വഴിയിലാണ് കുറച്ച് മുട്ടക്കുന്നുകൾ കാണുന്നത്. അപ്പോൾ ഈ കുന്നുകളുടെ പ്രത്യേകത എന്താണെന്ന് അദ്ദേഹത്തിന് സംശയം
സംശയം വരികയും അദ്ദേഹം തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ അന്വേഷിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു ഇത് മരിച്ചവരുടെ കുന്നുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സംശയം ഇരട്ടിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ടീം അംഗങ്ങൾ പറഞ്ഞു, അത് വെറും അന്ധവിശ്വാസമാണ്, നമുക്കിത് വിട്ടിട്ട് പോകാം, നമ്മുടെ സമയം വെറുതെ ഇതിന് കളയണ്ട. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, പരമ്പരാഗതമായിട്ട് പറഞ്ഞു വരുന്ന കഥകളിലും മറ്റും കാര്യങ്ങളുണ്ട്, അതിനകത്ത് സത്യത്തിന്റെ അംശങ്ങളുണ്ടാവും. അപ്പൊ ഇതിൽ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ അസാധാരണമായ ഊഹാപോഹങ്ങളിലേക്ക് പോകാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു മരിച്ചവരുടെ കുന്നുകൾ എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ ഗ്രാമീണർ പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പം മൊഹൻജദാരോ എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ കുന്നുകളെന്നാണ് അവിടുത്തെ ലോക്കൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ നിന്നാണ് ഈ വിവരം നമുക്ക് കിട്ടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഉത്ഖനനം നടത്തുന്നത്. ഇത് വെറും കേട്ടുകേഴ്വിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സംസ്കാരം നമുക്ക് കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പറച്ചിലിൽ നിന്നാണ്, പരമ്പരാഗതമായ ഒരു പറച്ചിലിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ ഉത്ഖനനം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രാചീന ജനങ്ങൾക്കിടയിൽ നിലനിന്നു വരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും മറ്റും ചരിത്രത്തിലേക്കുള്ള വിരൽ ചൂണ്ടികളാണ്. ഇത്രയും സോഴ്സുകളാണ് ചരിത്രത്തിനുള്ളത്. ഇനി മനസ്സിലാക്കേണ്ട സംഗതി, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുള്ള ഉത്ഖനനത്തിൽ വന്നിട്ടുള്ള പദാർത്ഥങ്ങൾ പലതും രാമായണ കാലവുമായി ബന്ധമുള്ളതാണ്. നമ്മൾ കുഴിച്ചെടുത്തിട്ടുള്ള പലതിലും രാമായണത്തെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഉല്ലേഖമുണ്ട്. 5000 വർഷത്തിന് മുകളിൽ അത് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ചരിത്രകാരന്മാർ 8000 BC എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് 8000 വർഷം മുമ്പ്, ചിലർ 12000 വരെ പറയുന്നുണ്ട്. ചിലർ എഴുതിയിട്ടുള്ള കൃതികളിൽ, ഇംഗ്ലീഷുകാർ തന്നെ എഴുതിയിട്ടുള്ള കൃതികളിൽ 10000 BC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൃതികൾ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ നമ്മൾ കുഴിച്ചെടുത്തിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഡേറ്റ് തീരുമാനിക്കും. ആ ഡേറ്റ് വെച്ചിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ശരിയാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാമായണ കാലത്തിന് ശേഷം മണ്ണിൽ പോയതാവും. ഈ മണ്ണിലായിട്ട് എത്ര വർഷം കഴിഞ്ഞു എന്നാണ് കാർബൺ ഡേറ്റിംഗ് പ്രോസസ്സിൽ വരിക. അപ്പം മണ്ണിൽ പോയതിന് ശേഷമുള്ള ഡേറ്റ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചില ചരിത്രകാരന്മാർ പറയുന്നത് ആ ഡേറ്റ് നോക്കുമ്പോൾ ഇത്ര BC, അതിന് മുൻപ് ഒരു 2000 വർഷം മുമ്പെങ്കിലും ഈ സംസ്കാരം നിലനിന്നിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 3000-ഓ 2000-ഓ വർഷം കൂട്ടിച്ചേർക്കണം. അങ്ങനെ വരുമ്പോൾ 3000 വർഷത്തിന്റെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇതിനകത്ത് കാലഗണന നമുക്ക് കൃത്യമായി തീരുമാനിക്കാൻ പറ്റാത്തത്. പ്രാചീന ചരിത്രങ്ങളിലൊക്കെ ചരിത്രം എഴുതുന്ന സമയത്ത് ഒരു 500 വർഷത്തിന്റെ പീരീഡ് നമ്മൾ അതിന് ഇടയ്ക്കിടും. ഒരു ബഫർ ടൈമായിട്ട് 500 വർഷം ഇടും. അതായത് ഇന്ന ശങ്കരാചാര്യർ ജനിച്ചത് 489 BC-യിലാണ് എന്ന് പറയുമ്പോൾ 500 വർഷം പുറയിലേക്കും പോകാം, 500 വർഷം മുമ്പോട്ടും വരാം. കാരണം അങ്ങനെയേ ചരിത്രം നിർമ്മിക്കാനാവും. അപ്പോൾ രാമായണ കാലത്തെ സംബന്ധിച്ച് ഈ വിദേശ ചരിത്രകാരന്മാരും സഞ്ചാരികളും വന്നിട്ടുള്ളവർ ഈ രാമൻ എന്ന് പറയുന്ന വിശ്വാസം, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്ന വിശ്വാസത്തെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 2, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പല പ്രാചീന ഗ്രന്ഥങ്ങളിലും രാമായണത്തിലെ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ പലയിടത്തു നിന്നും രാമായണ കാലത്തെ പല സൂചനകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സോഴ്സ് മൊത്തം നോക്കുമ്പോൾ രാമായണം വാസ്തവത്തിൽ നടന്നതാണ് എന്ന് പ്രാചീന ഏൻഷ്യന്റ് ഇന്ത്യയുടെ ചരിത്രം എഴുതുന്ന പല ചരിത്രകാരന്മാരും, ഞാൻ കണ്ടിട്ടുള്ള ചരിത്രകാരന്മാർ, അതിനകത്ത് ക്രോണോളജി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. കാലഗണന, ഓരോ ഇന്ന വർഷം എന്ന് പറഞ്ഞ് ആ കാലഗണന ക്രമത്തിൽ സംഭവങ്ങളെ വിലയിരുത്തുന്നവരുണ്ട്. അപ്പൊ ഈ ഏറ്റവും മികച്ച ക്രോണോളജിസ്റ്റ് ആയിരുന്നു ഡോക്ടർ ശശാങ്ക ഭൂഷൺ റോയ്. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ഒരു സംശയവുമില്ല രാമായണം നടന്നത് തന്നെയാണ്, അതിന്റെ ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് വെച്ച് നടന്നതാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അവശിഷ്ടങ്ങൾ അതാത് പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ചിത്രകൂടത്തിൽ നിന്ന് പഴയ പല അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. കിഷ്കിന്ധയിൽ നിന്ന് പല അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ലങ്കയിൽ നിന്ന് പല അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. അയോധ്യയുടെ പല ഭാഗത്തു നിന്നും ഈ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചരിത്ര പുരുഷനാകാനാണ് ഏറ്റവും അധികം മാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ചരിത്ര പുരുഷന് തന്നെയാണ്. അങ്ങനെയേ ഇത് വരുള്ളൂ. അപ്പൊ ഇത് ഈ സോഴ്സിനെ കുറിച്ചും ചരിത്രം എഴുതുന്നതിനെ കുറിച്ചും ഒന്നും യാതൊരു ധാരണയും ഇല്ലാതെയാണ് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നത്. ക്രിസ്തുവിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് നിരീശ്വരവാദികൾ പറയുന്നു. ഇതും ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിസ്തു ജനിച്ച് ജീവിച്ച് മരിച്ച ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഉള്ള അവശിഷ്ടങ്ങളും പ്രാചീന ലിഖിതങ്ങളും എല്ലാം ഇങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നതാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇത് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ സാംസ്കാരികമോ ആയ എന്തെങ്കിലും അധിനിവേശത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത ലക്ഷ്യങ്ങൾ മുൻനിർത്തിയോ ആയിരിക്കാം
ഇങ്ങനെ ഇതൊന്നും ജീവിച്ചിരുന്നിട്ടില്ല, ചരിത്ര പ്രാധാന്യമില്ല, ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്, അല്ലാതെ ഇല്ലാത്തതല്ല സംഗതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ, രചനകളെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് വളരെ തറവായിട്ട് അനലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഇവ ഉദാഹരണത്തിന് രാമായണത്തിന്റെ മൂലരൂപം എന്ന് പറയുന്നത് ഏതാണ്ട് 10,000-ൽ താഴെ ശ്ലോകങ്ങളേ ഉള്ളൂ. ആ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പലതിലും പറഞ്ഞിരിക്കുന്നത് രാമായണം 8,000 ശ്ലോകങ്ങളുള്ള രാമായണം, 9,000 ശ്ലോകങ്ങളുള്ള രാമായണം എന്നൊക്കെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടുന്ന രാമായണത്തിനകത്ത് അതിൻ്റെ ഇരട്ടിയിലധികം ശ്ലോകങ്ങളുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് ലിപി കണ്ടുപിടിക്കുന്നതിന് മുൻപാണ് രാമായണം എഴുതപ്പെടുന്നത്. അപ്പോൾ ലിപി കണ്ടുപിടിച്ചതിന് ശേഷം അത് നമ്മൾ ലിപിയിലേക്ക് കൊണ്ടുവന്നു, ഓലക്കീറുകളിൽ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഓലക്കീറുകളിൽ എഴുതി വെക്കുന്ന സമയത്ത് ഇത് പകർത്തി എഴുതുക ദുഷ്കരമാണ്. അപ്പൊ ഗുരുകുലങ്ങളിൽ ഇത് പഠിപ്പിക്കണമെങ്കിൽ പകർത്തി എഴുതിയേ പറ്റൂ. അപ്പോൾ ഒരു ഗുരുകുലം, ഇപ്പോൾ ചെങ്ങന്നൂരിൽ ഒരു ഗുരുകുലം ഉണ്ടെന്നിരിക്കട്ടെ, തിരുവല്ലായിലെ ഗുരുകുലത്തിലേക്ക് രാമായണത്തിന്റെ ഒരു കോപ്പി വേണം. അപ്പൊ തിരുവല്ലായിലെ ഗുരുകുലത്തിൽ നിന്ന് ഒരു 40 വിദ്യാർത്ഥികളെ ചെങ്ങന്നൂർ ഗുരുകുലത്തിലേക്ക് അയക്കുന്നു. അവരോട് പറയുന്നു, അവിടുന്ന് ആ രാമായണം ഇങ്ങനെ പകർത്തി എഴുതിക്കൊണ്ടുവരും. അവർ 40 പേര് ചെന്ന് ഈ രാമായണം മുഴുവനും പകർത്തി എഴുതുന്നു. 1-2 പേര് പോയാൽ ഇത് മുഴുവൻ പകർത്തി എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും 100 ശ്ലോകം അല്ലെ 200 ശ്ലോകം അങ്ങനെ ഒരു കണക്ക് കൊടുക്കും. അത് വെച്ച് അവരെല്ലാവരും പകർത്തി എഴുതി തിരുവല്ല ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇതിനകത്തൊരു കാര്യം സംഭവിക്കും. ചില ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടി, വിശദീകരിക്കാൻ വേണ്ടി ഇവര് നല്ല പാണ്ഡിത്യമുള്ള പിള്ളേരായി ഇത് എഴുതിയെടുക്കുന്നത്. അവരെന്ത് ചെയ്യും? അവരതിനകത്തൊരു 3-4 ശ്ലോകങ്ങൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ ചെങ്ങന്നൂർ ഗുരുകുലത്തിലുള്ളതിനേക്കാൾ ഒരു 100 ശ്ലോകങ്ങൾ കൂടുതലായിരിക്കും തിരുവല്ല ഗുരുകുലത്തിൽ വരിക. ഇങ്ങനെ പ്രാചീന കൃതികൾക്കെല്ലാം അനവധി വെർഷനുകളുണ്ട്. ഇപ്പൊ രാമായണത്തെ സംബന്ധിച്ചാണെങ്കിൽ രാമായണത്തിന് പ്രധാനമായിട്ടും 4 വെർഷൻസ് ഉണ്ട്. ദാക്ഷിണാത്യം എന്ന് പറയും. അത് നമ്മുടെ ദക്ഷിണ ഭാരതത്തിന്റെ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന വാൽമീകി രാമായണമാണ് ദാക്ഷിണാത്യം. അപ്പൊ ഇതിനകത്താണ് നികുംഭിലയിൽ രാവണൻ യാഗം നടത്തി എന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ ഈ ദാക്ഷിണാത്യത്തിലാണ്, ഔത്തരാഹത്തിലില്ല. അപ്പോൾ ഔത്തരാഹ പാഠം എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പാഠമാണ്. അതിനകത്ത് ഈ നികുംഭില പോലെയുള്ള പല ഭാഗങ്ങളും ഇല്ല. പിന്നെ പ്രതീജി രാമായണം, പ്രാചീ രാമായണം എന്ന് പറയും, കിഴക്കൻ നാടുകളിലുള്ളത് പൗരസ്ത്യം. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാമായണം. അപ്പോൾ വാൽമീകിയാണ് രാമായണം എഴുതിയതെങ്കിലും ഈ മൂല രാമായണത്തിന് പ്രധാനമായും 4 വെർഷൻസ് ഉണ്ട്. ദക്ഷിണ ഭാരതത്തിൽ, ഉത്തര ഭാരതത്തിൽ, കിഴക്കൻ ഭാരതത്തിൽ, പശ്ചിമ ഭാരതത്തിൽ. അപ്പൊ ഇതിനകത്തെല്ലാം രാമായണത്തിലെ ശ്ലോകത്തിന് വ്യത്യാസമുണ്ട്, കഥയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നിന്ന് നമ്മൾ സത്യത്തെ വേർതിരിച്ചെടുക്കണം. വേർതിരിച്ചെടുത്തെങ്കിലേ നമുക്ക് കൃത്യമായ കാര്യം മനസ്സിലാകും. കുറച്ചു മുമ്പേ സാർ പറഞ്ഞതുപോലെ ഈ രാമന്റെ കാൽപാദങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ. പാറപ്പുറത്ത് കാൽപാദങ്ങൾ പതിയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇതിപ്പോ രാമന്റെ കാലത്തിന് ശേഷം ആരെങ്കിലും കൊത്തിവെച്ചതാവും, അങ്ങനെ കരുതാനാണ് യുക്തി. അപ്പൊ ഇതുപോലെ കന്യാകുമാരിയിൽ ദേവിയുടെ പാദങ്ങളുണ്ട്, ശ്രീപാദപ്പാറ എന്നാ അതിന് പറയുന്നത്. ഇന്ന് അതിന് വിവേകാനന്ദ പാറ എന്ന് പറയും. അവിടെ പക്ഷേ ആ പാദങ്ങൾ കണ്ടാൽ നമുക്കറിയാം അത് കൊത്തിവെച്ചതാണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷോഭം തോന്നും, പക്ഷേ എന്നാലും അത് കൊത്തിവെച്ചത് തന്നെയാണ്. യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞാൽ അത് കൊത്തിവെച്ചതാണ്. അപ്പൊ അതിനെ വേണമെങ്കിൽ നമുക്കൊരു പ്രതിഷ്ഠയായിട്ട് സങ്കല്പിക്കാം, ദേവിയുടെ പാദങ്ങളുടെ പ്രതിഷ്ഠ. അങ്ങനെ അതിനെ നമുക്ക് വണങ്ങുകയും പൂജിക്കുകയും ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ദേവി ചവിട്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു യുക്തിഭംഗം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതുപോലെയാണ് രാമായണത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ. കേരളത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. ഈ പ്രദേശവുമായി രാമായണത്തിന് വലിയ ബന്ധമൊന്നും വാസ്തവത്തിൽ ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ രാമൻ കേരളത്തിൽ കൂടി വന്നു എന്ന് പറയാൻ പറ്റില്ല, ശബരിമലയുടെ പ്രാന്തപ്രദേശത്തു കൂടി കടന്നുപോയി എന്നാണ് ഡോക്ടർ HD സംഗാലിയ പറയുന്നത്. അദ്ദേഹം പഴയ പുരാതത്വ ശാസ്ത്ര വിദഗ്ധനായിരുന്നു. അപ്പോൾ അദ്ദേഹം രാമൻ സഞ്ചരിച്ച വഴി പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന പ്രദേശത്തു കൂടിയാണ് ഈ രാമേശ്വരത്തെത്തിയത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വനവാസകാലത്താണ് സീതയെ തേടി ലങ്കയിലേക്ക് പോയല്ലോ. അപ്പോൾ അയോധ്യയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന്, വനത്തിൽ നിന്ന് ദേവിയെ അപഹരിച്ചുകൊണ്ട് രാവണൻ പോയതിന് ശേഷം ദേവിയെ അന്വേഷിച്ച് രാമൻ കടന്നുപോയ വഴികൾ മുഴുവൻ ഡോക്ടർ HD സംഗാലിയ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ HD സംഗാലിയയ്ക്ക് ശേഷം വേറെ പല പ്രാചീന ചരിത്രകാരന്മാരും ഈ വഴി പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയിൽ കേരളത്തിൽ ശബരിമല മാത്രമേ പെടുന്നുള്ളൂ, മറ്റു പ്രദേശങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ കേരളത്തിലെ പല പ്രദേശങ്ങളെയും രാമായണത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൂട്ടിച്ചേർക്കലുകൾ വരുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് രാമായണം നടന്നതല്ല എന്ന് പറയാനൊരു
പ്രേരണ കിട്ടുന്നത്. അവരിതിനെ എടുത്തിട്ടാണ് പ്രയോഗിക്കുന്നത്. ശാസ്ത്രീയമായ കൂട്ടിച്ചേർക്കലുണ്ട്, അതിന് കുഴപ്പമില്ല. അശാസ്ത്രീയമായ കൂട്ടിച്ചേർക്കൽ വരുമ്പോഴാണ് ഇതിനകത്ത് കുഴപ്പമുണ്ടാകുന്നത്. നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഥകൾ കൊടുക്കും, അതിൽ നമ്മൾ വേർതിരിച്ചെടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് വാൽമീകി രാമായണത്തിൻ്റെ രചനയെക്കുറിച്ച് ഏറ്റവും അധികം വിവരങ്ങൾ നമുക്ക് തരുന്നത് സ്കാന്ദപുരാണത്തിലാണ്. അപ്പോൾ സ്കാന്ദപുരാണത്തിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 ഇടങ്ങളിൽ രാമായണത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുന്നുണ്ട്. 4 ഇടങ്ങളിലും 4 രീതിയിലാണ് ഇത് പറയുന്ന വ്യത്യാസമുണ്ട്. ഒരിടത്ത് പറയുന്നത് വാൽമീകി രത്നാകരൻ എന്നു പേരുള്ള ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വനത്തിൽ ഒരു വൃഷലി സ്ത്രീയെ, ഒരു കാട്ടാള സ്ത്രീയെ വിവാഹം കഴിച്ച് അദ്ദേഹം വനത്തിൽ താമസിച്ചു. അപ്പോൾ ബ്രാഹ്മണന്റെ ബ്രാഹ്മണ്യം നഷ്ടമായി, അയാള് കാട്ടാളനായി. അങ്ങനെ അവിടെ കഴിയുമ്പോഴാണ് അയാള് കുടുംബത്തെ പുലർത്താൻ വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഋഷിമാരുടെ ഒരു കൂട്ടം അതിലൂടെ വരുന്നത്. സപ്തർഷികൾ എന്ന് പറയുന്നുണ്ട്. ഋഷിമാർ വന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഋഷിമാർ കടന്നു പോകുമ്പോൾ ഋഷിമാരെ ആക്രമിക്കാൻ ചെല്ലുകയും അവർ രത്നാകരനോട് പറഞ്ഞു, നീ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ ഫലം, ഈ കർമ്മത്തിന്റെ ഫലം ആരനുഭവിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ കർമ്മം ചെയ്യുന്നവനും അതിന്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ. അപ്പൊ ഇത് എന്ന് വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഞങ്ങളാരും ഇയാൾ ചെയ്യുന്ന ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിക്കില്ല, കർമ്മം ചെയ്യുന്നവനാണ് അനുഭവിക്കുക എന്ന് പറഞ്ഞു. ഇത് വന്ന് അവര് ഋഷിമാരോട് പറയുകയും ഋഷിമാർ പശ്ചാത്തപിക്കുകയും ചെയ്തു. അപ്പോൾ ഋഷിമാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഈ രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തതിൽ നിന്നാണ് അവിടെ ഇരുന്നു കൊണ്ട് ദീർഘകാലം രാമമന്ത്രം ആവർത്തിച്ച് മഹാതപസ്വിയായി അദ്ദേഹം മാറി, രത്നാകരൻ. അപ്പൊ അദ്ദേഹത്തെ പുറ്റു വന്ന് മൂടി. അപ്പൊ പുറ്റിന് സംസ്കൃതത്തിൽ വാൽമീകം എന്നാണ് പറയുക. അപ്പൊ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നവനായതുകൊണ്ട് അദ്ദേഹത്തെ വാൽമീകി എന്ന് വിളിച്ചു തുടങ്ങി. ഇതാണ് ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കഥ. സ്കാന്ദപുരാണത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് രത്നാകരൻ എന്നല്ല, ലോഹജംഘൻ എന്നൊരു പേരാണ് പറയുന്നത്. ലോഹജംഘൻ എന്ന പേരിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കാട്ടിൽ വന്ന് കാട്ടാള സ്ത്രീയെ വിവാഹം കഴിച്ച് കാട്ടാളന്മാരുടെ ജീവിതചര്യ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് ഋഷിമാർ വരുന്നതും. ഋഷിമാർ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മന്ത്രം രാമരാമ അല്ല, ജാട്ട് ഘോട്ട് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജാട്ട് ഘോട്ട്, ജാട്ട് ഘോട്ട് എന്ന് ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് ആവർത്തിച്ചതെന്ന് ഒരു കഥ പറയുന്നു. ഇനി അതിന് നിരർത്ഥകമായ വാക്ക ജാട്ട് ഘോട്ട്. കാരണം ഇയാൾക്ക് മന്ത്രം ഉച്ചരിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് ഉച്ചരിക്കാൻ പ്രയാസമില്ലാത്ത ഒരു വാക്ക് കൊടുത്തു, ജാട്ട് ഘോട്ട്. അപ്പൊ ഇതിനകത്തൊരു രസമുള്ളത്, ധ്യാനത്തിന് ഒരു ബിംബം കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബിംബം നിങ്ങൾക്ക് ഋഷീശ്വരന്മാർ തരും. ആചാര്യന്മാർ അങ്ങനെയാ ചെയ്യുക. രാമനാമം ഉച്ചരിക്കണം, അത് ബുദ്ധിമുട്ടാണെങ്കിൽ ജാട്ട് ജാട്ട് ഘോട്ട് ഘോട്ട് എന്നൊക്കെ അങ്ങ് ഉച്ചരിച്ചോളാൻ പറയും. ഇത് ഉച്ചരിച്ചാൽ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സ് ഏകാഗ്രമാവുകയും ധ്യാനാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതിന് നമുക്ക് മനസ്സിനിട്ടുകൊടുക്കുന്ന ഒരു ഉപകരണമാണ് മന്ത്രം. അത് ഏത് വാക്ക് ജപിച്ചാലും മനസ്സ് ഏകാഗ്രമാകും. പക്ഷേ ദേവനാമങ്ങളാണ് ജപിക്കുന്നതെങ്കിൽ കൂടുതൽ ഫലവത്താണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ത് ശബ്ദം ജപിച്ചാലും മനസ്സ് ഏകാഗ്രമാകും, പക്ഷേ സമയമെടുക്കും. രാമരാമ എന്ന് ജപിച്ചാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മനസ്സ് ഏകാഗ്രമാകുമെങ്കിൽ ജാട്ട് ഘോട്ട് എന്ന് ജപിച്ചാൽ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ മനസ്സ് ഏകാഗ്രമാവുക തന്നെ ചെയ്യും, ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ധ്യാനമല്ല, ധ്യാനത്തിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇതാണ് ഒരിടത്ത് പറയുന്നത്. വേറൊരിടത്ത് പറയുന്നത് അഗ്നിശർമ്മൻ എന്നായിരുന്നു ഈ വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ പേരെന്നാണ് പറയുന്നത്. പക്ഷെ കഥയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരിടത്ത് മാത്രം രാമനാമം പറഞ്ഞു കൊടുക്കുന്നു, ബാക്കി എല്ലായിടത്തും മറ്റു നാമങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന്, ഈ കഥ ഇങ്ങനെ വന്നിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് സത്യം വേർതിരിച്ചെടുക്കണം. സത്യം ഇതാണ്, രാമായണ കാലത്ത് ജന്മം കൊണ്ടല്ല വർണ്ണം തീരുമാനിച്ചിരുന്നത്. അതായത് ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനാവുകയില്ല. വാൽമീകി ആദ്യകാലത്ത് ബ്രാഹ്മണനായിരുന്നു. അയാളുടെ കർമ്മവും ജീവിതവും വ്യത്യസ്തമായപ്പോൾ അയാൾ അധമനായി, കാട്ടാളനായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ്യം പോയി, കാട്ടാളനായി. കാട്ടാളന്റെ ഭാവത്തിൽ നിന്ന് തപസ് ചെയ്തപ്പോൾ അദ്ദേഹം ഋഷിയായി, മഹർഷിയുടെ അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ കാലത്ത് ജാതി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ സ്വഭാവവിശേഷങ്ങൾ കൊണ്ട്, ഗുണകർമ്മ സ്വഭാവങ്ങൾ എന്ന് പറയും, ഗുണങ്ങളും കർമ്മങ്ങളും സ്വഭാവവും, ഇത് മൂന്നും ആശ്രയിച്ചാണ് നിങ്ങളുടെ വർണ്ണം തീരുമാനിച്ചിരുന്നത്. നിങ്ങൾ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, ഇത് തീരുമാനിച്ചിരുന്നത് നിങ്ങളുടെ ഗുണവും കർമ്മവും സ്വഭാവവുമാണ്. അപ്പോൾ അങ്ങനെയാണ് വാൽമീകി ആദ്യം ബ്രാഹ്മണനായതും പിന്നീട് അധമനായതും അതിനുശേഷം ശ്രേഷ്ഠനായതും ശ്രേഷ്ഠനായ ഋഷിയായതും അങ്ങനെയാണ്. ഇതാണ് ഒന്നാമത്തെ സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ സംഗതി, ഋഷീശ്വരന്മാർ വന്ന്
ഇദ്ദേഹത്തിന് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു, സാധന ചെയ്യാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രത്തിന്റെ ഉപാസനയിൽ നിന്നാണ് അദ്ദേഹം ഋഷിയായി ഉയരുന്നത്. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള വിശദാംശങ്ങളെ നമുക്ക് അങ്ങ് വിട്ടുകളയാവുന്നതേ ഉള്ളൂ. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും രസത്തിനും വേണ്ടി കൂട്ടിച്ചേർത്ത ഭാഗമെന്ന് കരുതിയാൽ മതി, അതങ്ങ് കളയാം. വാസ്തവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം കാട്ടാളനായി, ബ്രാഹ്മണനായിരുന്നു. കാട്ടാള സ്ത്രീയെ വിവാഹം കഴിച്ച് സംസ്കാരം നശിപ്പിച്ചു. അന്ന് ബ്രാഹ്മണനായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുണ്ട്. അന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ നാമം ജപിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ സൽക്കർമ്മങ്ങളുടെ ഫലമായി ഋഷീശ്വരന്മാരെ കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടി. അവർ ഇദ്ദേഹത്തിന്റെ വഴി തിരിച്ചുവിട്ടു. അങ്ങനെയാണ് അദ്ദേഹം ഋഷീശ്വരനായി മാറുന്നത്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ കഥയിൽ നിന്ന് ഇങ്ങനെ ഒരു വിശ്ലേഷണം കൊണ്ടുവന്നെങ്കിലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇനി മനസ്സിലാക്കേണ്ട സംഗതി, പലരും സംശയം പറയാറുള്ളത്, അദ്ദേഹം അവിടെ ഇരുന്ന് രാമരാമ ജപിച്ചു. അപ്പൊ ഇത് വാൽമീകിയുടെ കാലത്തിന് ശേഷമാണ് രാമായണം ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ രാമരാമ ജപിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും എന്നാണ് ചിലരുടെ സംശയം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, വേദങ്ങളിൽ രാമനാമവും കൃഷ്ണനാമവും ഉണ്ട്. വേദങ്ങളിൽ കൊടുത്തിട്ടുള്ള വാക്കാണ് എടുത്ത് രാമന് ഇട്ടത്. കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ രാമായണത്തിനും ആയിരക്കണക്കിന് വർഷം മുമ്പേ വേദങ്ങളുണ്ട്. അപ്പൊ വേദങ്ങളിലെ വാക്കുകൾ എടുത്തിട്ടാണ് അന്നത് കുട്ടികൾക്കിടുന്നത്. അങ്ങനെയാണ് രാമനാമം രാമന് വരുന്നത്. അല്ല, രാമന് ശേഷമല്ല രാമനാമം ഉണ്ടായത്. രാമനാമത്തിന് ശേഷമാണ് രാമൻ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് രാമായണം ഉണ്ടാകുന്നത്. അപ്പൊ രാമായണത്തിൽ വാൽമീകി എഴുതുന്ന രാമായണം ഏതാണ്ട് 8,000-ൽ പരം ശ്ലോകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഏതാണ്ട് യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ തന്നെയാണ് അത് എഴുതുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഹിന്ദുമതത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ രാമായണം വരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹിന്ദുമതത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് 4 വേദങ്ങളാണ്. അത് കഴിഞ്ഞാൽ 10 ഉപനിഷത്തുകൾ, 6 വേദാംഗങ്ങൾ, 6 ഉപാംഗങ്ങൾ, 10 ഉപനിഷത്തുകൾ, പിന്നെ ശുദ്ധ ഭാഗവതം, ഭഗവത്ഗീത. ഇത്രയുമേ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ വരുന്നുള്ളൂ, അതായത് പ്രമാണ ഗ്രന്ഥങ്ങളായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള രാമായണവും മഹാഭാരതവും ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ഇത് ഹിന്ദുമതത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളല്ല, ഹിസ്റ്റോറിക്കൽ ബുക്സ് ആണ്. ഇത് പലരും അങ്ങ് മറന്നുപോയിട്ടാണ് ഓരോ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും രാമായണത്തിനകത്ത് എടുത്തു ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാഭാരതം ഉണ്ടായ കാലത്ത് 25,000 ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിൻ്റെ പേര് ജയം എന്നായിരുന്നു. ജയോ നാമേ ഇതിഹാസോയം ശ്രോതവ്യോ വിജിഗീഷുണ എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ ജയം എന്നു പേരുള്ള ഇതിഹാസം ധർമ്മത്തിന്റെ ജയം സൂചിപ്പിക്കുന്ന ഇതിഹാസമാണ്. അതിനകത്ത് ആ കഥ, ആ ചരിത്രം അതുപോലെ പറഞ്ഞിരിക്കുക. അതിനുശേഷമാണ് ഇത് വർദ്ധിച്ചു വന്നത്. അത് പിന്നീട് ഭാരതമായി, ഇപ്പൊ മഹാഭാരതമായി 1,25,000 ശ്ലോകങ്ങളാണ് ഇപ്പോഴുള്ളത്. അപ്പൊ ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഗുരുകുലങ്ങളിൽ നിന്ന് മാറി വരുന്നവരെ കൂട്ടിച്ചേർത്ത് വന്നതാണ്. അപ്പൊ ഈ കൂട്ടിച്ചേർത്ത് നമുക്ക് കളയാൻ പറ്റില്ല. കാരണം കൂട്ടിച്ചേർത്തതിനകത്ത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ ഉദാഹരണങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കത് കളയാൻ പറ്റില്ല. പക്ഷേ ചരിത്ര വസ്തുതകൾ അല്ല. എന്നാൽ ചരിത്ര വസ്തുതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം പല ചരിത്ര പുരുഷന്മാരെയും അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ചരിത്രമല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ബുദ്ധിയുള്ളവൻ ചരിത്രമല്ലാത്ത കാര്യങ്ങളെ അതിനെ അലങ്കാരമായിട്ട് എടുക്കണം, ചരിത്രത്തെ ചരിത്രമായി എടുക്കണം. അങ്ങനെ രാമായണം നമ്മൾ വളരെ സൂക്ഷിച്ച് സമീപിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. വാൽമീകിയുടെ രാമായണം ചരിത്ര ഗ്രന്ഥമാണ്. അപ്പം നമുക്ക് ചരിത്രപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാൽമീകിയുടെ രാമായണമാണ് നമ്മൾ നോക്കുക. കഠിനമായതുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് വരാൻ വേദങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ സാധാരണ ജനങ്ങളുടെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ അവരാശ്രയിച്ചിരുന്നത് രാമായണത്തെയാണ്. അപ്പോൾ ഈ രാമായണത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഈ രാമായണ കാലം കഴിഞ്ഞാണ് പിന്നീട് മഹാഭാരതത്തിൻ്റെ കാലം വരുന്നത്. നമ്മളിപ്പം മുമ്പേ പറഞ്ഞതുപോലെ 8,000 BC 10,000 BC എന്നൊക്കെ ഓരോരുത്തർ പറയും. അപ്പോൾ ക്രോണോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്ന ഡോക്ടർ SB റായ് എന്നോട് പറഞ്ഞത്, നമ്മൾ അങ്ങനെ പരിഗണിക്കേണ്ട, നമുക്ക് കാലഘട്ടങ്ങളെ വേദകാലം, ഉപനിഷത്ത് കാലം, രാമായണ കാലം, മഹാഭാരത കാലം, ആധുനിക കാലം, ഇങ്ങനെ വേർതിരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തന്നെ ഇതുണ്ടായിരുന്ന കാലഘട്ടങ്ങളാണ്. അപ്പൊ വേദത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് വേദകാലം. അപ്പൊ ഇപ്പൊ നമ്മള് സിന്ധു നദീതടത്തിൽ ഖനനം നടത്തിയത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കീഴടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾ സിന്ധു നദീതടത്തിലെ അവശിഷ്ടങ്ങൾ തന്നെയാണ്, അതുപോലെ അതിനോട് സാമ്യമുള്ളവയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം
സിന്ധു നദീതട നാഗരികത ആരാണോ തുടർന്നു കൊണ്ടുപോയിരുന്നത് അതേ വംശത്തിൽപ്പെട്ടവരാണ് തമിഴ്നാട്ടിലും ജീവിച്ചിരുന്നത്, കീഴടിയിൽ ജീവിച്ചിരുന്നത്. അപ്പൊ ഇത് സ്പഷ്ടമായും ആര്യൻ ദ്രാവിഡൻ ഭേദത്തെ ഇല്ലായ്മ ചെയ്യുക. കാരണം സിന്ധു നദീതടത്തിൽ ജീവിച്ചിരുന്നവർ തന്നെയാണ് കീഴടിയിലും ഉണ്ടായിരുന്നത് എന്ന് സ്പഷ്ടമായി. ഇപ്പോഴത്തെ ചരിത്രകാരന്മാരിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളും മറ്റു കക്ഷികളും ഇതിനെ വളയ്ക്കാനും ഒടിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. അത് എത്ര കണ്ട് ജയിക്കുമെന്ന് നമുക്ക് സംശയമാണ്. കാരണം സിന്ധു നദീതട നാഗരികതയിലുള്ള അതേ സാധനങ്ങളാണ് കീഴടിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് അവരുടെ നടത്തിയ ഉത്ഖനനങ്ങളിൽ ഇത് ഉത്തരേന്ത്യ മുതൽ ദക്ഷിണേന്ത്യ വരെ വ്യാപിച്ചു കിടന്നിരുന്നു. അതെ, ഇന്ത്യ മൊത്തം വ്യാപിച്ച ഒറ്റ കൾച്ചറേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ സംസ്കാരമാണ്. ആര്യൻ ദ്രാവിഡൻ എന്നിങ്ങനെ സംസ്കാരമില്ല. ആര്യൻ എന്ന് പറയുന്നത് ആ ഒരൊറ്റ കൾച്ചറാണ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരുന്നത്. ദ്രാവിഡം എന്ന് പറയുന്ന വാക്ക് വരുന്നത് പ്രഭാകര ഭട്ടൻ എന്ന പേരിലൊരു പണ്ഡിതനുണ്ടായിരുന്നു, മീമാംസാകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മീമാംസയ്ക്ക് എഴുതിയ വ്യാഖ്യാനത്തിൽ ഈ ഒരു വാക്ക് വരും, യഥാ ദ്രമിഡ ഭാഷായാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം. ദ്രമിഡം എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ആ വാക്കിൽ നിന്നാണ് ദ്രാവിഡം എന്നുള്ള വാക്ക് വരുന്നത്. അപ്പൊ ഈ പ്രഭാകര ഭട്ടൻ ദ്രമിഡം എന്ന് പറഞ്ഞിരിക്കുന്നത് ദക്ഷിണ ഭാരതത്തെ സൂചിപ്പിക്കാനാണ്, അല്ലാതെ ഒരു വംശത്തെ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല. ദക്ഷിണ ഭാരതത്തിന്റെ പ്രദേശങ്ങളിൽ ഇന്ന പോലെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് യഥാ ദ്രമിഡ ഭാഷായ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ്രാവിഡ ഭാഷകളിൽ ഇങ്ങനെ, അല്ലാതെ അതൊരു വംശത്തെ സൂചിപ്പിക്കുന്ന വാക്കല്ല. പിന്നീട് വന്ന പണ്ഡിതന്മാർ, പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർ സ്പോൺസർ ചെയ്തിട്ട് വന്ന പണ്ഡിതന്മാരാണ് ഇവിടെ ആര്യന്മാരും ദ്രാവിഡന്മാരും 2 വംശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ ഇതുള്ളതല്ല. അപ്പോൾ ഈ സിന്ധു നദീതടത്തിലുള്ള ആര്യന്മാരും തമിഴ്നാട്, കേരളം, കർണാടകം, ആന്ധ്ര ഭാഗത്തുള്ളത് ദ്രാവിഡന്മാരുമാണെന്ന് അവർ സിദ്ധാന്തിച്ചു. പക്ഷെ ഇപ്പോഴത് പൊളിഞ്ഞു. അങ്ങനെയാണല്ലോ സാർ, ഈ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ വനവാസകാലത്ത് ഇവിടെ എത്താനുള്ള കാരണം അതുകൊണ്ട് അത് തന്നെയാണ്. ഒറ്റ സംസ്കാരമായതുകൊണ്ടാണ് അവരിങ്ങോട്ട് വന്നത്. നമ്മുടെ രാജ്യം എന്നുള്ള നിലയ്ക്കാണ് അവരിങ്ങോട്ട് കടന്നു വന്നത്. എല്ലാം നമ്മുടെയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവർ ആ വഴിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വന്നിരുന്നത്. അതുകൊണ്ടല്ലേ ഈ രാമൻ എങ്ങനെയാണ് സാർ ഈ അവതാര പുരുഷൻ എന്നുള്ളൊരു ഇതിലേക്ക് അവതാരമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ തപസ് ചെയ്യുമ്പോൾ സാധന ചെയ്യുക എന്ന് പറയും. ജപം, തപം, പാരായണം, ധ്യാനം തുടങ്ങിയ കാര്യങ്ങളെയാണ് സാധന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് ശുദ്ധി വരുന്നു, ആത്മാവ് ശുദ്ധമാകും. ഇപ്പൊ നമ്മുടെ ആത്മാവ് മലിനമാണ്. എന്തുവാ മാലിന്യങ്ങൾ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ജന്മാന്തര വാസനകൾ, ആഗ്രഹങ്ങൾ. ഇത്രയും സാധന 8 എണ്ണമാണ് ഇത് കാരണമെന്ന് അഷ്ടമാലിന്യങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ മാലിന്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദുഷിച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ചിലപ്പോൾ നല്ല അനുഭവങ്ങൾ വരും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണല്ലോ നമുക്ക് അനുഭവങ്ങൾ വരിക. അപ്പൊ നല്ല അനുഭവങ്ങൾ വരും, ചീത്ത അനുഭവങ്ങൾ വരും. ഒന്നും നിലനിൽക്കില്ല. നല്ല അനുഭവമാണെങ്കിലും നിലനിൽക്കില്ല, അതിനൊരു കാലഘട്ടമുണ്ട്. അത് കഴിയുമ്പോൾ അത് തീരും. ചീത്ത അനുഭവമാണെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് തീരും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ആത്മാവിന് ശുദ്ധി വരാൻ വേണ്ടി നമ്മൾ ജപവും തപവും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആത്മാവിന് ശുദ്ധി വരും. അപ്പോൾ ഒരു ജന്മം നമ്മുടെ ആത്മാവിന് 5% ശുദ്ധി വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ മരിച്ചു. അടുത്ത ജന്മം ആരംഭിക്കുന്നത് ഈ 5% ശുദ്ധിയോടെയാണ്. നേടിയ 5%. ആ ജന്മത്ത് വീണ്ടും നമ്മൾ തപസ് ചെയ്ത് 10% ശുദ്ധി നേടുന്നു. അപ്പൊ മരിക്കുന്നു. അതിനടുത്ത ജന്മം 10% ശുദ്ധിയും കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്, ജന്മം തുടങ്ങുന്നത്. ഇങ്ങനെ പല ജന്മങ്ങൾ കൊണ്ട് ശുദ്ധി കൂടിക്കൂടി വന്ന് പൂർണ്ണ ശുദ്ധി എത്തും. അപ്പൊ പൂർണ്ണമായ ശുദ്ധി എത്തുന്നതാണ് മോക്ഷം. ഈ പൂർണ്ണ ശുദ്ധി വരുമ്പോൾ നമ്മുടെ ആത്മാവ് ഈശ്വരന്റെ ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. നമ്മൾക്ക് ഈശ്വരന്റെ ശക്തി മുഴുവൻ നമ്മളിലേക്ക് വരും. അപ്പൊ എത്ര ശുദ്ധി വരുന്നുവോ അത്രയ്ക്ക് ഈശ്വരത്വം വരും. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എങ്കിലേ അവതാര മഹത്വം മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു 10% ശുദ്ധി വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ 10% നമ്മൾ ഈശ്വരനായി, ഈശ്വരന്റെ ശക്തികൾ നമ്മളിലേക്ക് വരും. നിങ്ങൾ ഒരു തവണ നാരായണ ജപിച്ചാൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ശുദ്ധി വരും, അത്രയ്ക്ക് നിങ്ങൾക്ക് ഈശ്വരത്വം വരും. പക്ഷെ നമ്മളിത് തിരിച്ചറിയുകയില്ല. വീട്ടിലെ കുടുംബത്തിലെ കാരണവന്മാരൊക്കെ പണ്ട് കാലത്ത് നല്ലതുപോലെ നാമം ജപിക്കുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് കുടുംബത്തിലെ അംഗങ്ങൾ ആരെങ്കിലും പുറത്തൊരു യാത്രയ്ക്ക് പോവുക, അപ്പോൾ ഈ മുതിർന്ന അംഗത്തിനെ കാല് തൊട്ട് വന്ദിക്കും. അപ്പോൾ അവരനുഗ്രഹിക്കും, എല്ലാം ഭംഗിയായിട്ട് വരും, പൊയ്ക്കോളും. അത് ഭംഗിയായിട്ട് വരികയും ചെയ്യും. ആ വരുന്നത് എന്തിന്റെ ബലമാണെന്ന് മനസ്സിലായോ? ഇവരനുഷ്ഠിച്ച സൽക്കർമ്മത്തിന്റെ ബലമാണ്. അതുകൊണ്ട് അവർ നമുക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഇരുന്ന് നാമം ജപിക്കുകയോ സാധന ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ ആരെയെങ്കിലും അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം ഫലവത്തായിട്ട് വരും. പക്ഷെ നമ്മളിത് അറിയില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ 10% ശുദ്ധി, 40% ശുദ്ധി, 50% ശുദ്ധി, ഇങ്ങനെ ഈ ശുദ്ധി വരുന്നതിനെ വന്നു കഴിഞ്ഞ് ജനിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ആത്മാവ് ജനിക്കുമ്പോൾ
അത് 50% ശുദ്ധിയുമായിട്ടാണ് ജനിക്കുന്നത്. വേറൊരാത്മാവ് ജനിക്കുമ്പോൾ അത് 70% ശുദ്ധിയുമായിട്ടായിരിക്കും ജനിക്കുക. അപ്പോൾ ഭാഗികമായി ശുദ്ധി വന്ന ആത്മാക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അംശാവതാരം. ഈശ്വരന്റെ അംശങ്ങളാണ്, പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് അവരെ നമ്മൾ അംശാവതാരം എന്ന് വിളിക്കും. അവതാരം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക. അപ്പൊ സാധാരണ ജീവികളെ, നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സൂക്ഷ്മ തലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതായതുകൊണ്ടാണ് ഇവരെ അവതാരം എന്ന് വിളിക്കുന്നത്. ഭാഗികമായിട്ടേ ഉള്ളൂ, അത് 50%, 40%, 60% ശുദ്ധിയെ വന്നിട്ടുള്ളെങ്കിൽ അവരെ നമ്മൾ അംശാവതാരം എന്ന് വിളിക്കും. പൂർണ്ണമായ ശുദ്ധി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈശ്വരന്റെ ശക്തികൾ മുഴുവൻ ആ ആളിലേക്ക് വരും. അവർ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് പൂർണ്ണാവതാരം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ആചാര്യന്മാർ ശ്രീകൃഷ്ണനെയും ശ്രീ പരമേശ്വരനെയുമാണ് പൂർണ്ണാവതാരങ്ങളായിട്ട് എടുക്കാറുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ അംശാവതാരങ്ങളാണ്. അപ്പൊ ശ്രീരാമൻ അംശാവതാരമാണ്, പൂർണ്ണാവതാരം അല്ല എന്ന് പറയാനാവില്ല, അംശാവതാരമാണ്. നേരെ മറിച്ച് കൃഷ്ണനും ശ്രീ പരമേശ്വരനും പൂർണ്ണാവതാരങ്ങളാണ്. നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. പരബ്രഹ്മം സർവവ്യാപിയാണ്, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവനാണ് പരബ്രഹ്മം. അവൻ ഒരിക്കലും ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരികയില്ല, ജനിക്കുകയില്ല, മരിക്കുകയുമില്ല, ജനിക്കുകയുമില്ല, കർമ്മബന്ധത്തിലേക്ക് വരികയുമില്ല. അപ്പൊ പിന്നെ ഈ വരുന്നതാരാ? വരുന്നത് അവതാരമൂർത്തികളായ ഗുരുക്കന്മാരാണ്. അപ്പൊ ശ്രീരാമൻ അവതാരമൂർത്തിയായ ഗുരുവാണ്, കൃഷ്ണൻ അവതാരമൂർത്തിയായ ഗുരുവാണ്, യേശുക്രിസ്തു അവതാരമൂർത്തിയായ ഗുരുവാണ്. അപ്പൊ ഇതെല്ലാം ഗുരുക്കന്മാരാണ്. സാക്ഷാൽ പരബ്രഹ്മം ജനിക്കുകയോ മരിക്കുകയോ ചെയ്യില്ല, ഇതെല്ലാം ഗുരുക്കന്മാരാണ്. അപ്പൊ രാമായണം ചരിത്ര ഗ്രന്ഥം തന്നെയാണ്. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമുക്ക് ഈ രാമായണത്തിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു കാലത്ത് ജനങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രന്ഥമായിരുന്നത് കൊണ്ട് രാമായണത്തിന് ഒരുപാട് അംഗീയായ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഏതാണ്ട് ഞാൻ താമസിച്ചിരുന്ന ആശ്രമത്തിൽ ഏതാണ്ട് 600-ൽ പരം രാമായണങ്ങൾ ഉണ്ടായിരുന്നു. നാമരാമായണം, തത്വസംഗ്രഹ രാമായണം, കമ്പരാമായണം, പിന്നെ കൃത്തിവാസരം, ബംഗാളിയിൽ കൃത്തിവാസ രാമായണമാണ്, തമിഴിൽ കമ്പരാമായണമാണ്. കർണാടകത്തിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ എഴുതിയ ഒരു പുസ്തകമാണ് അധ്യാത്മരാമായണം. അപ്പൊ ഈ അധ്യാത്മരാമായണവും കൊണ്ട് അമ്പലപ്പുഴയിലെ ദേവനാരായണ രാജാവിന്റെ സദസ്സിലേക്ക് ഒരു പണ്ഡിതൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു രാമായണമാണ്, വാൽമീകിയുടെ രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ് ഇത് രാജാവിന് കൊടുത്തു. അപ്പൊ രാജാവ് പറഞ്ഞു, അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇത് അധ്യാത്മരാമായണമാണ്, ഇത് നമുക്ക് മലയാളത്തിലേക്കൊന്ന് കൊണ്ടുവന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് എഴുത്തച്ഛനെ ഏൽപ്പിച്ചു. അങ്ങനെ എഴുത്തച്ഛൻ ഈ സംസ്കൃതത്തിലുള്ള പുസ്തകത്തിന്റെ ഒരു സ്വതന്ത്ര തർജുമ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് മലയാളത്തിലെ അധ്യാത്മരാമായണം. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ചരിത്ര ഗ്രന്ഥം അല്ല. ഈ അധ്യാത്മരാമായണം ചരിത്രത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അധ്യാത്മവിദ്യയ്ക്കാണ്. അപ്പം നിങ്ങൾക്ക് അധ്യാത്മവിദ്യ അറിയണം, എങ്ങനെയാണ് അടുത്ത ജന്മത്തേക്ക് പോകുന്നത്, എങ്ങനെയാണ് സാധന ചെയ്യുന്നത്, എങ്ങനെയാണ് തപസ് ചെയ്യുന്നത്, ഭക്തി എങ്ങനെയാണ് വരുന്നത്, അദ്വൈത ബോധം എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ അധ്യാത്മരാമായണം എടുത്തു വെച്ച് വായിക്കാം. ചരിത്രം പഠിക്കണമെങ്കിൽ വാൽമീകി രാമായണം തന്നെ നോക്കണം. തമിഴിലെ കമ്പരാമായണം എന്ന് പറയുന്നത് വിചിത്രമാണ്. നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കുറെ കഥകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ഒരുപാട് വർഷം മുമ്പുള്ള ജന്മങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊന്നും ഒതന്റിക്കായിട്ട് ആരും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഓരോ രാമായണത്തിനും ഓരോ മഹത്വമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഗായത്രി രാമായണം, ഗായത്രി മന്ത്രത്തിലെ ഓരോ വാക്കും എടുത്തു കൊടുത്തിട്ട് അതുകൊണ്ട് തുടങ്ങുന്ന രാമായണം. ഈ ശ്രീരാമനും സീതയ്ക്കും ഒക്കെ ഒരു ദൈവിക പരിവേഷം എങ്ങനെയാണ്? ഉണ്ട്. കാരണം രാമൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അംശാവതാരമാണ്. അംശാവതാരമായതുകൊണ്ടാണ് രാമന് പ്രാധാന്യം വരുന്നത്. അത് അദ്ദേഹത്തിന്റെ എന്തുകൊണ്ടാണെന്ന് ഈ വാൽമീകി രാമായണത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. രാമോ നാമ ജനൈശ്രുത, ഈ രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് എന്ന് പറയുന്നുണ്ട് രാമായണം. അതുകൊണ്ടാണ് രാമനെ തന്നെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് രാമായണം എഴുതുന്നത്. വേറെ ആരെയെങ്കിലും കേന്ദ്ര കഥാപാത്രമാക്കിയാൽ മതിയായിരുന്നു. അത് ചെയ്യാതെ രാമനെ തന്നെ ആക്കിയതിന്റെ കാരണം രാമൻ ഗുരുവായിരുന്നു. ക്ഷത്രിയ രൂപത്തിലുള്ള ഗുരു. ഗൃഹസ്ഥന്മാരിൽ ഗുരുക്കന്മാർ വരും, സന്യാസിമാരിൽ ഗുരുക്കന്മാർ വരും, രാജാക്കന്മാരിൽ വരും, ബ്രാഹ്മണരിൽ വരും, ക്ഷത്രിയരിൽ വരും, ശൂദ്രരിൽ വരും. അപ്പൊ ഇത് ഗുരു ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. യേശുക്രിസ്തു ആശാരിയായിരുന്നു.
അപ്പോൾ ആശാരിമാരുടെ കൂട്ടത്തിൽ ഗുരു വരില്ല എന്ന് പറയാൻ പറ്റില്ല. രാമൻ ക്ഷത്രിയനായിരുന്നു, കൃഷ്ണൻ താണജാതിക്കാരനായിരുന്നു, യാദവനായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ബ്രാഹ്മണര് ആരുമില്ല. നമ്മുടെ ഗുരുക്കന്മാരിൽ ബ്രാഹ്മണര് വളരെ കുറവാണ്. ഉള്ളത് മുഴുവൻ താണജാതിക്കാരാണ് പ്രധാനമായും വരുന്നത്. അതിനകത്ത് ഏറ്റവും ഉയർന്ന ജാതിക്കാരൻ രാമൻ തന്നെയാണ്, ക്ഷത്രിയനായിരുന്നു. നല്ല കർമ്മം ചെയ്താൽ ബ്രാഹ്മണൻ, ചീത്ത കർമ്മം ചെയ്താൽ താഴോട്ട് പോകും. ഒരു ക്ഷത്രിയനാകും, വൈശ്യനാകും, ശൂദ്രനുമാകും, അങ്ങനെയാ വരിക. അപ്പൊ രാമൻ അംശാവതാരമായിരുന്നത് കൊണ്ടാണ് രാമനെ നമ്മൾ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അംശാവതാരങ്ങളാണ്. അതിനകത്ത് യേശുക്രിസ്തു ഉൾപ്പെടെ നമ്മളിൽ അറിയുന്ന ഗുരുക്കന്മാർ പലരും അംശാവതാരങ്ങളാണ്. രാമനും ഒരു അംശാവതാരമാണ്, ദക്ഷിണാമൂർത്തി അംശാവതാരമാണ്, കാലഭൈരവൻ അംശാവതാരമാണ്, ഹനുമാൻ അംശാവതാരമാണ്. പക്ഷേ രാമൻ അവരെക്കാളൊക്കെ ഉപരിയാണ്, ഉയർന്ന ഒരു തലത്തിലാണ് രാമൻ നിൽക്കുന്നത്. അത് അംശാവതാരമായതുകൊണ്ടാണ് രാമനെ നമ്മൾ ഈശ്വരനായി സങ്കല്പിക്കുന്നത്. ഓഹോ, ഈ കഥാപാത്രങ്ങളുണ്ടല്ലോ, സീത, ലക്ഷ്മണൻ, ഇവരെല്ലാം വെറും കഥാപാത്രങ്ങളാണോ? ഈ സീത ഈ രാമന്റെ ധർമ്മപത്നി ആകണമെങ്കിൽ ഒരു സാധാരണ കർമ്മബന്ധമുള്ള ഒരാളിനാകാൻ പറ്റില്ല. കൃഷ്ണനോടൊപ്പം നടക്കണമെങ്കിൽ അത്രയ്ക്ക് തപസ് ചെയ്ത ഒരാളിന് മാത്രമേ കൃഷ്ണനോടൊപ്പം ജീവിക്കാൻ പറ്റൂ. കൃഷ്ണനോട് മാത്രമല്ല, രമണ മഹർഷി, പിന്നെ ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരുദേവൻ, യേശുക്രിസ്തു, അപ്പോൾ ഇവരെയൊക്കെ കാര്യം ഇത് തന്നെയാണ്. അവരോടൊപ്പം നടക്കണമെങ്കിൽ അതിന് തക്ക പുണ്യം കഴിഞ്ഞ ജന്മത്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എങ്കിലേ അവരോടൊപ്പം നടക്കാൻ പറ്റൂ. അപ്പൊ സീത അത്രയ്ക്ക് ഉയർന്ന ആധ്യാത്മിക തലത്തിലുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് രാമനോടൊപ്പം ജീവിക്കാൻ പറ്റിയത്. അതുകൊണ്ട് സീത ആരാധ്യയാണ്, ശുദ്ധയാണ്, ശുദ്ധിയുടെ രൂപമാണ്, വിശുദ്ധിയുടെ രൂപമാണ് സീത. അതുകൊണ്ട് സീത ആരാധ്യയാണ്. ഇനി രണ്ടാമത്തെ സംഗതി, ഇവരെ സീതയെയും രാമനെയും ആരാധിക്കുന്നവർക്ക് അത്ഭുതകരമായ ഫലങ്ങൾ കിട്ടിയ ചരിത്രമുണ്ട്. ഇന്ന് വരെ ആയിരക്കണക്കിന് വ്യക്തികളുടെ അനുഭവങ്ങളുണ്ട്, ഇപ്പോഴും അനുഭവങ്ങളുണ്ട്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അത്ഭുതകരമായ അനുഭവങ്ങൾ വന്നിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴുണ്ട്. നമ്മളൊന്ന് പരസ്യം ചെയ്താൽ അവർ അനുഭവമായിട്ട് വരും. അപ്പോൾ അത് ഗുരു എന്നുള്ള സങ്കല്പമാണ്. സീതയും ഗുരുവാണ്. ഈ രാമായണ തത്വം എന്താണെന്നാണ് നമ്മൾ? രാമായണത്തിന്റെ തത്വം വളരെ സിമ്പിളാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മമാണ് പരമപ്രധാനം. ഗൃഹസ്ഥനും സന്യാസിയും ബ്രഹ്മചാരിയും ഒക്കെ ധർമ്മത്തെ ബേസ് ചെയ്ത് വേണം ജീവിച്ചു പോകാൻ. അപ്പൊ ഈ മെസ്സേജായിട്ട് മഹാത്മാനാരായണ സ്വാമി എടുത്തു പറയുന്നുണ്ട്, ധർമ്മമാണ് രാമന്റെ ജീവിത സന്ദേശം. അപ്പൊ എന്തുവാ ധർമ്മമെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നമ്മൾ ചില നിയമങ്ങൾ കാണുന്നുണ്ടല്ലോ, പ്രകൃതി നിയമങ്ങൾ എന്ന് പറയും. ഇപ്പൊ വെള്ളം ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ഒഴുകുന്നു, ഇതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ പറയുന്ന പേര് പ്രകൃതി നിയമമെന്നാണ്. എൻസൈമുകൾ ഭക്ഷണത്തിൽ ചേരുന്നതും താഴേക്ക് തള്ളുന്നതും പെരിസ്റ്റാൾസിസ് എന്ന് പറയും, താഴോട്ട് തള്ളിക്കൊണ്ടുപോകും. താഴെ ചെന്നിട്ട് ദഹനരസങ്ങൾ ചേരുന്നു, അതിനെ ദഹിപ്പിക്കുന്നു, ശരീരം അത് വലിച്ചെടുക്കുന്നു. എന്തെല്ലാം ക്രിയകളാണ് ബോഡിക്കകത്ത് നടക്കുന്നത്. ഇതൊക്കെ ഋതം എന്ന് പറയും. ഹീറോ, ഋഷി എന്നുള്ള ഋതം എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമം. അപ്പൊ പ്രപഞ്ചത്തിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി എന്നൊക്കെ പറയുന്നതൊക്കെ പ്രകൃതി നിയമമാണ്. പ്രകൃതി നിയമത്തെ പോഷിപ്പിക്കുന്ന കർമ്മങ്ങൾക്ക് പറയുന്ന പേരാണ് ധർമ്മം. ഋത പോഷകോ ധർമ്മ എന്നാണ് പറയുക. അപ്പം ഋതമെന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വെള്ളമൊഴിച്ചാൽ ചെടി വളരും, ഇതൊരു പ്രകൃതി നിയമമാണ്. അപ്പൊ അതിനെ പോഷിപ്പിക്കുന്ന കർമ്മം, അതിനെ പോഷിപ്പിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെള്ളം ഒഴിക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് ആ പ്രകൃതിയുടെ നിയമത്തെ പോഷിപ്പിക്കുന്നതാണ്. അപ്പൊ അത് ധർമ്മമാണ്. ധർമ്മം നശിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ അവതാരങ്ങൾ ഉണ്ടാവുക. അതെ അതെ സാർ, അതുപോലെ മറ്റൊന്നുണ്ട്. നമുക്ക് ഈ രാമായണത്തിലെ രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്നും സീത മഹാലക്ഷ്മിയുടെ അവതാരമാണെന്നും ലക്ഷ്മണൻ അനന്തന്റെ അവതാരമാണെന്നും ഒക്കെ പറയുന്ന അങ്ങനെയൊക്കെയാണല്ലോ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതെന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം? അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ തപസ്സിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. അതായത് ഈ മഹാവിഷ്ണു ആരാണ്? മഹാവിഷ്ണു അറിഞ്ഞിരിക്കേണ്ടി വേണം. വിഷ്ണു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിഷ്ണുവ്യാപ്തൗ, പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്നവൻ, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നവൻ എന്നാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. എറ്റമോളജി. അതെ, ആ വാക്കിന്റെ അർത്ഥം അതാണ്. അപ്പോൾ ഈ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്. പ്രപഞ്ചമാകെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നവനാണ് ബ്രഹ്മം. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യർ, സാധാരണ ജീവാത്മാക്കൾ എത്ര തപസ് ചെയ്യുന്നുവോ അത്ര കണ്ട് നമുക്ക് ശുദ്ധി വരും. എത്ര ശുദ്ധി വരുന്നുവോ അത്ര കണ്ട് പരമാത്മാവിന്റെ, പരബ്രഹ്മത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരും. ഇപ്പൊ എനിക്ക് 10% ശുദ്ധി വന്നു എന്നിരിക്കട്ടെ, അതിന്റെ അർത്ഥം ഞാൻ 10% വിഷ്ണുവിന്റെ ശക്തി നേടി എന്നാണ്. മഹാവിഷ്ണുവാണ് പരബ്രഹ്മം. പരബ്രഹ്മം എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി, ഈശ്വരൻ, ദൈവം, പരമാത്മാ, പരബ്രഹ്മം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തുകയും അതിനെ സംഹരിക്കുകയും ചെയ്യുന്നവൻ.
അപ്പോൾ ആ പരബ്രഹ്മമാണ് മഹാവിഷ്ണു. അപ്പം നമ്മൾ തപസ് ചെയ്താൽ സംഭവിക്കുന്നത്, നമുക്ക് എത്ര ശുദ്ധി വരുന്നുവോ അത്രയ്ക്ക് നമ്മൾ വിഷ്ണു ആകും. നമുക്ക് വിഷ്ണുവിന്റെ ശക്തികൾ നമ്മളിലേക്ക് വരും. നമ്മൾ വിഷ്ണു ആകുകയല്ല, വിഷ്ണുവിന്റെ ശക്തികൾ നമ്മളിലേക്ക് വരും. അപ്പൊ അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി, ശേഷി വരും. പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനുള്ള ശേഷി തന്നെ വരും. അതായത് വിഷ്ണുവിൽ നിന്ന് ആ ശക്തി നമ്മളിലേക്ക് വരിക ചെയ്യുന്നത്. വിഷ്ണുവാണ് നമുക്കിത് തരുന്നത്. അപ്പോൾ ഈ അംശാവതാരങ്ങൾ, രാമൻ, സീത, ഇവരൊക്കെ വലിയ ശുദ്ധി നേടിയ ഗുരുസ്വരൂപങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷ്ണുവിന്റെ ശക്തി അവരിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്നത് വിഷ്ണുവിന്റെ അംശാവതാരമെന്നാണ്. പൂർണ്ണമായിട്ട് വിഷ്ണു ആയിട്ടില്ല, കുറച്ചായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അംശാവതാരം എന്ന് വിളിക്കും. ശ്രീകൃഷ്ണൻ പൂർണ്ണമായിട്ടും വിഷ്ണു ആയയാളാണ്. അതുകൊണ്ട് വിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും തമ്മിൽ നമ്മൾ വേർതിരിക്കുകയില്ല. ശ്രീകൃഷ്ണ പരമാത്മാവെന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. ഈ സഹജീവികളെയൊക്കെ രക്ഷിക്കണ്ടേ? അപ്പൊ ഈ സഹജീവികൾ മറ്റ് ജീവികളെ രക്ഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ അവതാരം എന്ന് വിളിക്കുന്നത്. അവെന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, താരമെന്ന് പറഞ്ഞാൽ തരണം ചെയ്തു വരിക, ഉയർന്ന തലങ്ങളിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പൊ അവതാരം എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഉയർന്ന തരങ്ങളിൽ നിന്ന് ഇറങ്ങി വരിക ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ അവതാരം എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവും ഉയർന്ന തലത്തിൽ നിന്ന് ഇറങ്ങി വന്നയാളാണ്. അപ്പോൾ ഇറങ്ങി വന്ന് ആൾക്കാർക്ക് നല്ല സതുപദേശങ്ങൾ കൊടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നു. അത്രയാണ് വരിക. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ പോലെ ഇവരെയൊക്കെ മതങ്ങളുടെ ചട്ടക്കൂടുകളിലാക്കിയത് ആക്കിപ്പോയി. അത് മനുഷ്യൻ അങ്ങ് ആക്കിയതാണ്. അപ്പൊ നമുക്ക് ഈ ക്രിസ്തു മതം യേശു ക്രിസ്തു ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹു ഇസ്ലാം മതം ഉണ്ടാക്കിയിട്ടില്ല. മഹാവിഷ്ണുവോ ശ്രീ പരമേശ്വരനോ ഹിന്ദുമതവും ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്തു ഒരു ഗുരുവാണ്, മുഹമ്മദ് ഒരു ഗുരുവാണ്. അങ്ങനെയാ വരിക. അപ്പം ക്രിസ്തുവും ഗുരുവാണ്. ക്രിസ്തു ഒരു മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മതങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ തന്നെയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മതത്തെ നമ്മൾ ഇല്ലാതാക്കണം. എന്നിട്ട് നമ്മൾ ആധ്യാത്മികതയിലേക്ക് ഉയരണം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇത് വളരെ മനസ്സിലാകുന്ന രീതിയിൽ ശ്രീ രവിശങ്കർജി പറഞ്ഞിട്ടുണ്ട്. മതം തൊലിയാണ്, ആധ്യാത്മികതയാണ് പഴം. നമ്മൾ ആ തൊലി അങ്ങ് കളഞ്ഞിച്ച് ആധ്യാത്മികത എടുക്കണം, പഴമെടുക്കണം എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് രാമായണത്തിൽ പറഞ്ഞ ചരിത്രമാണ്, നടന്നതാണ്. രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ ഉണ്ടായിരുന്നതാണ്, നടന്നതുമാണ്, ജീവിച്ചിരുന്നതാണ്. കാരണം അത് രാമായണം എന്ന് പറയുന്നത് വാൽമീകിയുടേത് ചരിത്ര ഗ്രന്ഥമാണ്. അതിനെ ബേസ് ചെയ്താണ് മറ്റ് രാമായണങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് ചരിത്ര ഗ്രന്ഥം തന്നെയാണ്, നടന്നതാണ്. ഇനി രണ്ടാമത്തെ സംഗതി, രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ധർമ്മം എന്ന് പറയുന്നത് പ്രകൃതി നിയമത്തെ നിലനിർത്തുന്ന പ്രവൃത്തികളാണ്. ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ധർമ്മമാണ്. കാരണം അത് പ്രകൃതി നിയമമാണ്. നമുക്ക് ഭക്ഷണം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷണം തരികയെന്ന് പറയുന്നത് ധർമ്മമാണ്. കാരണം നമ്മളെ അത് നിലനിർത്തുന്നില്ലേ. ഈ പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ എന്തായിരുന്നാലും കഴിഞ്ഞു, മനുഷ്യനാകട്ടെ, പുഴുവാകട്ടെ, സസ്യങ്ങളാവട്ടെ, അതിനെ നിലനിർത്തുന്ന എല്ലാ പ്രവൃത്തികൾക്കും പറയുന്ന പേര് ധർമ്മമെന്നാണ്. ഋത പോഷകോ ധർമ്മ എന്നാണ് അതിൻ്റെ നിർവചനം. അപ്പോൾ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും അധർമ്മം നടക്കുന്നുണ്ടെങ്കിൽ രാമൻ അതിനെ ഇല്ലായ്മ ചെയ്യും, ധർമ്മം നടക്കുന്നുണ്ടെങ്കിൽ രാമൻ അതിനെ പോഷിപ്പിക്കും. അപ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. അതായത് ഈ പ്രപഞ്ചത്തിൽ ഒരു ക്രമം നിലനിൽക്കുന്നുണ്ട്. അത് ആ പ്രകൃതിയുടെ നിയമമായിട്ട് പോകുന്നതിന് പറയുന്ന പേരാണ് ക്രമം. ഒരു ക്രമമാണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ആരെയെങ്കിലും അടിക്കുകയോ പിടിക്കുകയോ ഹിംസ നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്രമം. അത് ക്രമത്തെ ഇല്ലാതെയാക്കലാണ്. അതുകൊണ്ട് അതിനെ അക്രമം എന്ന് വിളിക്കും. ഇനി അക്രമം വന്നാൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ബലം പിടിച്ച് അക്രമത്തെ അമർച്ച ചെയ്യണം. അപ്പോൾ അക്രമത്തെ അമർച്ച ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ബലത്തിൻ്റെ പേരാണ് വിക്രമം. വിക്രമം പ്രയോഗിച്ച് ബലത്തെ അമർച്ച ചെയ്യണം. മഹാവിഷ്ണുവിനൊരു പേരുണ്ട്, ത്രിവിക്രമ. 3 ലോകങ്ങളിലും വിക്രമം ചെയ്യുന്നവൻ. എന്ന് വെച്ചാൽ അധർമ്മം ഉണ്ടായാൽ അതിനെ അടിച്ചമർത്തും. അപ്പം വിക്രമം. അപ്പം ക്രമം, അക്രമം, വിക്രമം. അപ്പം രാമായണത്തിന്റെ സന്ദേശം വിക്രമമാണ്. അതായത് എവിടെയെങ്കിലും അധർമ്മം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ബലം പിടിച്ച് അമർത്തി ക്രമത്തെ പുനഃസ്ഥാപിക്കണം. അതുകൊണ്ടാണ് രാമനെ വിഗ്രഹവാൻ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതി നിയമങ്ങളെ രക്ഷിച്ചു നിർത്തും, ജനങ്ങളെ രക്ഷിച്ചു നിർത്തും, അതേസമയം അധർമ്മത്തെ അമർച്ച ചെയ്യുകയും ചെയ്യും. ഇതാണ് രാമായണത്തിന്റെ സന്ദേശം. ഒരു മെസ്സേജാണ്, വലിയൊരു മെസ്സേജാണ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. നാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മ
ആത്മികേ. വോയിസ് ഓഫ് കുറ്റൂരിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുറ്റൂർ, bridging heritage and headlines. Thank you.